അവിടെ മലക്കുണ്ട്, മലക്ക് നിങ്ങൾക്ക് ആമീൻ പറയുന്നു, അതിന്റെ പേരിൽ നിങ്ങൾ ദുആ ഇറക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പെട്ടെന്ന് തോന്നുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ടായി. ഇല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കും എന്തായിരിക്കും തമ്പുരാനെ, ഒരു പൂവൻ കോഴി പോകുന്നപ്പോൾ എപ്പോഴാണ് പോകുന്നത്? ആ സന്ദർഭത്തിൽ ദുആ ഇറക്കണം. എന്താണ് അതിന്റെ രഹസ്യം? രഹസ്യം നമുക്കറിയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ ആ രഹസ്യം പരസ്യമാക്കി പറഞ്ഞത് അവിടെ മലക്കുണ്ട് എന്നാണ്. മലക്കിനെ കണ്ടത് കൊണ്ടാണ് പൂവൻ കോഴി പോകുന്നത്. അപ്പൊ മലക്ക് എവിടെയുണ്ട്? ആ സന്ദർഭത്തിൽ പോകുമ്പോൾ നിങ്ങൾ ദുആ ഇറങ്ങാൻ, ആ നിങ്ങൾക്കുള്ള ദുആക്കളുടെ ആമീൻ പറയുന്നത് അവിടെയുള്ള മലക്കാണ്. അപ്പൊ മലക്കിന്റെ ആമീൻ അവിടെ കിട്ടിയാൽ നിങ്ങൾക്കുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ എവിടെയാണ് മലപ്പെട്ട് കിടക്കുന്നത് അവിടെ മലായികത്തുകളുണ്ട്. അവിടെ ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതുന്ന അവസരത്തിന്റെ അകത്ത് പ്രത്യേകമായ റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടെ ഇറങ്ങി വരും. സഹോദരങ്ങളെ, സംശയമില്ല, ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരുടെ മർക്കബകൾ അത് ബർക്കത്താകപ്പെട്ടതാണ്. റഹ്മത്ത് നിരന്തരമായി കൊണ്ടവിടെ ഇറങ്ങുന്നു എന്നുള്ളത് പണ്ഡിതന്മാര് മാത്രമല്ല, വഹാബി പണ്ഡിതന്മാർ പോലും സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഖാദി ഷൗക്കാനി എന്ന് പറയുന്ന ഒരു ഇമാം ഷൗക്കാനി എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. അത് വഹാബി പണ്ഡിതനാണ്. വഹാബികൾ മുഴുവനും, സലഫികൾ മുഴുവനും വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നവരെ പണ്ഡിതനാണ് ഇമാം ഷൗക്കാനി. അങ്ങനെയുള്ള ആ ഇമാം ഷൗക്കാനി ബർക്കത്താകപ്പെട്ട സ്ഥലങ്ങളെ അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം ബർക്കത്താകപ്പെട്ട സ്ഥലമാണ് എന്ന് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് കഅബ ശരീഫിന്റെ പരിസരം, സഫാ മർവ, അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലം, ഇമാം ഇബ്രാഹിം മഖാം, അതുപോലെ തന്നെ കഅബയുടെ പരിസരത്തുള്ള കുറെ സ്ഥലങ്ങളെ എണ്ണി പറഞ്ഞു. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്ന് എണ്ണി പറഞ്ഞു. അതുപോലെ തന്നെ മിന, അവിടെ കല്ലെറിയപ്പെടുന്ന സ്ഥലം, ജംറത്തുൽ ഊലാ, ജംറത്തുൽ ഉസ്വാ, ജംറത്തുൽ അഖബ, ഹജ്ജാജികൾ കല്ലെറിയാനുള്ള സ്ഥലമാണത്. ആ സ്ഥലങ്ങളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടപ്പെടുന്ന സ്ഥലം എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറഫ, മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊക്കെ മുജറബായ വിഷയമാണെന്നാണ് പറഞ്ഞത്. അതിക്ക് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അതിലേക്ക് തെളിവ് അദ്ദേഹം പറഞ്ഞത് അത് മുജറബുനാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലെ കൂടി, അത് വെളിച്ചത്തിലെ കൂടി കിട്ടിയ ഒരു സംഭവമാണ്. അവിടെ ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിലെ കൂടി അത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഒരേ സ്ഥലങ്ങളെ എണ്ണി പറഞ്ഞു. ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാരുടെ ഖബറുകളിലും ദുആക്ക് ഉത്തരമുണ്ട്. അതിൽ വെച്ച് പ്രധാനപ്പെട്ട സ്ഥലം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറപ്പെട്ട് കിടക്കുന്ന റൗള ശരീഫ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവിടെ കുടുംബസമേതം പോകാനുള്ള തൗഫീഖ് അലൈഹി വസല്ലം തങ്ങൾ അന്തർവിശ്രമം കൊള്ളുന്ന മഹത്തായ സ്ഥലം. ആ സ്ഥലത്തിലും ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത് സഹോദരങ്ങളെ, സുന്നി പണ്ഡിതന്മാരല്ല, താജുൽ ഉലമയല്ല, ഉസ്താദുമല്ല, കണ്ഡിത്ത് ഉസ്താദുമല്ല, ശംസുൽ ഉലമാഇന്റെ ഉസ്താദുമല്ല. പിന്നാരാണ് പറഞ്ഞത്? വഹാബികളുടെ അനിഷേധ്യ നേതാവായ ഇമാം ഷൗക്കാനി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ ഒരു ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ റെക്കോർഡ് ചെയ്തതാണ്, എഴുതി വെച്ചതാണ്.
അത് ആർക്കും അത് നിഷേധിക്കാൻ ഈ വഹാബികളെ കൊണ്ട് സലഫികളെ കൊണ്ട് സാധ്യമല്ല. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള റൗള ശരീഫ് അവിടെ നിരന്തരമായി കൊണ്ട് 24 മണിക്കൂർ